അപ്പേ എന്തോ ഇന്നലെ ഒരു ആന്റി വിളിച്ചിട്ട് കുറെ കരഞ്ഞില്ലേ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചിരുന്നു. ആ അമ്മയുടെ കുഞ്ഞിന് ഓട്ടിസമാണ്. വലിയ കുട്ടിയായി. അമ്മ അത്യാവശ്യത്തിന് എവിടെയോ പോയി തിരിച്ചു വന്ന സമയത്ത് അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ കൂടെ ആ കുട്ടിയെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ആ അമ്മ എന്നോട് പറഞ്ഞൊരു വാക്ക് ഇതാണ്: ഇപ്പം അവൻ അങ്ങനെ പെൺകുട്ടികളൊന്നും ഉപദ്രവിക്കാൻ പോകാറില്ല. അവനെല്ലാത്തിനും അവൻ്റെ അമ്മയുണ്ടല്ലോ എന്ന്. പിന്നീട് അവർ പറഞ്ഞതൊന്നും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. അത്രമേൽ പ്രയാസപ്പെട്ടൊരമ്മയാണ്. നമ്മുടെ സമൂഹത്തിൽ ഓട്ടിസമുള്ള, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികൾ വല്ലാതെ കൂടി വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നുള്ള വ്യക്തമായ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇവരിൽ പലർക്കും മറ്റു കുട്ടികളെ പോലെ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പല ആവശ്യങ്ങളും ഇവരുടെ ശരീരത്തിന് വേണമെന്ന് തോന്നും. നമ്മുടെ രാജ്യത്ത് അത്തരം സെൻറ്ററുകളൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഇത്തരം കുട്ടികളുടെ ഇത്തരം ആവശ്യങ്ങൾക്കുള്ള സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർക്കാരാണ് അത്തരം കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നമ്മുടെ നാട് ഇനിയും അത്തരം കാര്യങ്ങളിൽ ഡെവലപ്പ് ആവാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കാലശേഷം ഈ മക്കൾ നമ്മുടെ സമൂഹത്തിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലും? സമൂഹത്തിന് എപ്പോഴും ഒരു വേട്ടക്കാരൻ്റെ കണ്ണാണ്. വേട്ടയാടി രസിക്കാനുള്ള മനോഭാവമാണ്. അതുകൊണ്ട് ഓട്ടിസ്റ്റിക്കായ, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികൾക്ക് അവരുടെ പാരൻസിൻ്റെ കാലശേഷം ഒരു ഷെൽട്ടർ, അതോടൊപ്പം തന്നെ അവരുടെ ശാരീരികവുമായ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു സെൻറ്റർ, അതിനെക്കുറിച്ചൊക്കെ സർക്കാർ തലത്തിൽ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ താഴെ നിങ്ങളുടെ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇത്തരം കുട്ടികളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.